പുതിയകണ്ടം അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് എല്ലാ സംക്രമ ദിനങ്ങളിലും പൗരപ്രമുഖരെ തിരുസന്നിധിയിൽ വെച്ച് ആദരിക്കുന്ന സംക്രാന്തി സമാദരം പരിപാടി നടന്നു. കേരള കേന്ദ്ര സർവകലാശാലയിൽ നിന്നും രജിസ്ട്രാറായി വിരമിച്ച ഡോക്ടർ എം മുരളീധരൻ നമ്പ്യാരെയും പ്രമുഖ വ്യവസായ പ്രമുഖനായ ഡോക്ടർ മണികണ്ഠൻ മേലത്തിനെയും കളിയാട്ട സമിതി ചെയർമാൻ ജനാർദ്ദനൻ പുല്ലൂർ ഉപഹാരം നൽകി ആദരിച്ചു. പുതിയകണ്ടം അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് എല്ലാ സംക്രമ ദിനങ്ങളിലും പൗരപ്രമുഖരെ തിരുസന്നിധിയിൽ വെച്ച് ആദരിക്കുന്ന സംക്രാന്തി സമാദരം പരിപാടിയിൽ കേരള കേന്ദ്ര സർവകലാശാലയിൽ നിന്നും രജിസ്ട്രാറായി വിരമിച്ച ഡോക്ടർ എം മുരളീധരൻ നമ്പ്യാരെയും പ്രമുഖ വ്യവസായ പ്രമുഖനായ ഡോക്ടർ മണികണ്ഠൻ മേലത്തിനെയും കളിയാട്ട സമിതി ചെയർമാൻ ജനാർദ്ദനൻ പുല്ലൂർ ഉപഹാരം നൽകി ആദരിച്ചു. സഹോദരങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് ഏറ്റവും മഹത്തരമാണെന്ന് ആദരഭാഷണത്തിൽ എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ അഭിപ്രായപ്പെട്ടു. ആയിരക്കണക്കിന് പേര് സംക്രാന്തിക്ക് അടിയാർക്കാവിലേക്ക് ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തികച്ചും പ്രകൃതിയുമായി ബന്ധപ്പെട്ട ആരാധനയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് സൽഫലം നൽകുന്ന ഒരു പുണ്യക്ഷേത്രമായിട്ട്, പുണ്യ പ്രകൃതി പഠന കേന്ദ്രമായിട്ട് നമ്മുടെ ഈ പരിസരം മാറിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ നമ്മുടെ സംക്രാന്തിക്ക് ക്ഷേത്രസമിതി ചെയ്യുന്നത് സമൂഹത്തിലെ ഏറ്റവും ഔന്നത്യത്തിലേക്ക് സ്വയം പഠിച്ചുയർന്ന് ഔന്നത്യത്തിലെത്തിയ പ്രതിഭകളെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് സംക്രാന്തി സമാദരം എന്നാണ് പേര്. ചടങ്ങിൽ പ്രശസ്ത കവി നാലപ്പാടം പത്മനാഭൻ വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുത്തി. തറവാട്ടംഗങ്ങളായ രാജു പാണത്തൂർ, അനിൽകുമാർ, സുനിൽകുമാർ, സുരേഷ് കാസർഗോഡ്, ഭാസ്കരൻ, രാഹുൽ, ഉമ, ഭവാനി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. ഇന്ന് ഈ സംക്രമ ദിവസം ഇവിടെ എത്താനും നിങ്ങളോട് കൂടി ഈ പുരസ്കാരം ഏറ്റുവാങ്ങാനും സാധിച്ചതിൽ അതിയായിട്ട് സന്തോഷിക്കുകയാണ്. ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, കാവുകളൊക്കെ അന്യം നിന്ന് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സ്ഥലത്ത് ഇങ്ങനൊരു കാവ്, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, ഇങ്ങനൊരു കാവ് സംരക്ഷിക്കാനും ആ സംരക്ഷണത്തിലൂടെ നമ്മുടെ സാംസ്കാരികമായ പൈതൃകത്തിനെ തുറന്നു കാണിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത് കാണുകയാണ്. രമേശൻ പുതിയകണ്ടം, ഭരതൻ കണ്ടത്തിൽ, മോഹൻദാസ്, കൃഷ്ണൻ പെരളം, വിനോദ്, രാജീവൻ, ഗോപാലൻ, നന്ദു, രതീശൻ, മനോജ്, കൃഷ്ണമണി, ഷാജി, സുകേഷ്, കൃപ, ഗിരിജ രാജു, സ്വപ്ന കുമാരൻ, ഭാർഗവി, രമണി, ഉഷ, ബിന്ദു, സരിത, രേഷ്മ, സാവിത്രി എന്നിവർ സംസാരിച്ചു. അന്നദാനത്തോടെ പരിപാടി സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.